നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും കൃഷിദേശം ലൈവിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ കേരകൃഷി ഇന്ന് ഒരു വിധത്തിൽ പറഞ്ഞാൽ നാളികേരോൽപ്പന്നങ്ങൾക്ക് നല്ല വിലയുള്ള സമയമാണ്, വെളിച്ചെണ്ണയായാലും തേങ്ങയായാലും. പക്ഷേ അതേസമയം ഇതിൻ്റെ മറുവശം കേരളത്തിലെ തെങ്ങ് കൃഷിയുടെ ഉൽപ്പാദനക്ഷമത മറ്റ് സംസ്ഥാനത്തേക്ക് തമിഴ്നാടിനെ അപേക്ഷിച്ചതിൽ പകുതിയോളമാണ്. നമ്മുടെ ദേശീയ ശരാശരി നോക്കിയാൽ അതിനേക്കാളും താഴെയാണ് കേരളത്തിലെ ഉൽപ്പാദനം. അപ്പം ഇങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്, അതേസമയം ഒരു നേട്ടമുണ്ട്. ഈ നമ്മുടെ കേരകൃഷിയിലെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിച്ചാൽ ഇപ്പോഴുള്ള വാണിജ്യ രംഗത്തുണ്ടായിട്ടുള്ള ഈ ഒരു സാധ്യതകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പം അതിന് എന്തൊക്കെ നടപടികളാണ് കർഷകർക്ക് സ്വീകരിക്കാൻ പറ്റുക എന്ന ഒരു വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുമായിട്ട് സംവദിക്കാൻ എത്തിയിട്ടുള്ളത് കാസർഗോഡ് CPCRIയിലെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ C. തമ്പാനാണ്. സാറ് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. കേരളത്തിലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ കേരകൃഷിയുടെ ഉൽപ്പാദനക്ഷമത മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എത്രത്തോളം കുറവാണ്? തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൻ്റെ നാടാണെങ്കിൽ കൂടി താങ്കൾ സൂചിപ്പിച്ചതുപോലെ നാളികേരത്തിൻ്റെ ഉൽപ്പാദനക്ഷമതയുടെ കാര്യത്തിൽ നമ്മൾ പുറകിൽ തന്നെയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു ഹെക്ടറിന് ഏതാണ്ട് 14,000-ലധികം കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7,300-ഓളം നാളികേരമാണ് ഇപ്പോൾ ഒടുവിലത്തെ കണക്ക് പ്രകാരം. അപ്പോൾ മാത്രമല്ല ദേശീയ ശരാശരി തന്നെ 10,000-ൽ മേലെ വരും ഒരു ഹെക്ടറിന്. നമുക്ക് കിട്ടുന്നത് 7,000. പക്ഷേ നമ്മളൊരു താരതമ്യം ചെയ്താലേ ഇപ്പോൾ റബ്ബർ പോലുള്ള വിള കേരളത്തിൽ തെങ്ങിനെ പോലെ ഏതാണ്ട് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റു വിളയാണ്. റബ്ബറിനെ സംബന്ധിച്ച് നമ്മുടെ ഉൽപ്പാദനക്ഷമത ഇരിക്കുന്ന വേൾഡിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട അതേപോലെ തെങ്ങിന്റെ കാര്യത്തിൽ വളരെ പരിതാപകരമാണ്. എന്താണ് ഈ ഒരു അന്തരത്തിന്റെ? അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ കേരളത്തിന്റെ നാടാണ് അല്ലെങ്കിൽ നമ്മുടെ തനത് വിളയാണ് തെങ്ങ് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ വേണ്ട രീതിയിൽ അതിനെ പരിചരിക്കാൻ വേണ്ട വിളപരിപാലനത്തിൽ ശ്രദ്ധ പതിപ്പിക്കാൻ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉൽപ്പാദനക്ഷമത പുറകോട്ട് നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ഇനങ്ങളുടെ കാര്യത്തിൽ തുടങ്ങിയാൽ തെങ്ങിനെ സംബന്ധിച്ച് ഇനങ്ങളുടെ ഒരു വലിയ വൈവിധ്യമുള്ള ഒരു വിളയാണ്. തീർച്ചയായിട്ടും. അതേസമയം തന്നെ ഇപ്പോഴ് കൃഷിക്കാർ കൂടുതലായിട്ട് ഉയരം കുറഞ്ഞ തെങ്ങുകളിലോട്ടൊക്കെ പോകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു. അപ്പം നമ്മളെ ഈ ഒരു നമ്മുടെ നാട്ടിലെ അനുയോജ്യമായിട്ടുള്ള ഇനങ്ങളെക്കുറിച്ച് ചുരുക്കമായിട്ട്. സ്വാഭാവികമായിട്ടും ഈ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്നുള്ളത് മെച്ചപ്പെട്ട ഇനങ്ങളുടെ കൃഷി, അവയുടെ ഗുണമേന്മയുള്ള ഇപ്പോഴുള്ള തെങ്ങുകളിൽ പല ഉൽപ്പാദനക്ഷമത വളരെയധികം പ്രായമായ തെങ്ങുകളുമാണ്. പ്രായം കൂടിയതുകൊണ്ട് അതുപോലെ തന്നെ ഈ കീടരോഗബാധ കൊണ്ടൊക്കെ ഉൽപ്പാദനക്ഷമത തീരെ നശിച്ച തെങ്ങുകളുടെ ആധിക്യം നമ്മുടെ ഉൽപ്പാദനക്ഷമത കുറയാൻ കാര്യമായിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള തെങ്ങുകൾ മാറ്റി നമുക്ക് ഒരു പുനരുദ്ധാരണ സമീപനം തെങ്ങ് കൃഷിയിൽ വേണം. അപ്പോൾ അതിന് മെച്ചപ്പെട്ട ഇനങ്ങൾ നമുക്ക് തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യാൻ സാധ്യതയുണ്ട്. നല്ലൊരു ഇടപെടൽ ഈ മേഖലയിൽ നമുക്ക് കഴിയുമെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ഇനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിൽ ഇപ്പോൾ ഏറ്റവും വ്യാപകമായി കൃഷി ചെയ്യുന്നത് നാടൻ നെടിയ ഇനമാണ്. വെസ്റ്റ് കോസ്റ്റോൾ അല്ലെങ്കിൽ പശ്ചിമ തീര നെടിയ ഇനം എന്ന് പറയുന്ന ഇനമാണ്. ഏതാണ്ട് 95%-ലധികം കൃഷിയിടങ്ങളിൽ അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഇനമായിട്ട് കൃഷി ചെയ്യുന്നത്. അതേസമയം നമ്മുടെ കേര ഗവേഷണം ഏതാണ്ട് ഇപ്പോൾ ഒരു നൂറ്റാണ്ടാവുന്നു ഇന്ത്യയിൽ ആരംഭിച്ചിട്ട്. 1916 തുടങ്ങി 2016 ആകുമ്പോഴേക്കും അതിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ വക്കീലെത്തി. 1930-കളിൽ തന്നെ മെച്ചപ്പെട്ട ഇനങ്ങൾ ഉരുത്തിരിച്ചെടുക്കുന്നതിനുള്ള ഗവേഷണം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിലൂടെ ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ഏതാണ്ട് ഒരു 15-ലധികം സങ്കര ഇനങ്ങളും 27-ഓളം മെച്ചപ്പെട്ട മറ്റിനങ്ങളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലേക്ക് അനുയോജ്യമായിട്ടുള്ള തന്നെ ധാരാളം സങ്കര ഇനങ്ങളും നെടിയ ഇനങ്ങളും കുറിയ ഇനങ്ങളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അവയൊന്നും പ്രാവർത്തിക തലത്തിൽ കേരകർഷകരുടെ കൃഷിയിടങ്ങളിൽ അത്തരം ഇനങ്ങളുടെ കൃഷി വളരെ ചെറിയ തോതിൽ തന്നെ എന്നുള്ളതാണ്. ഇപ്പോൾ നെടിയ ഇനങ്ങളിൽ തന്നെ ഈ പശ്ചിമതീര നെടിയ ഇനത്തിന് പുറമെ ഇപ്പോൾ CPCRIയിൽ നിന്ന് തന്നെ 7-ഓളം ഇനങ്ങൾ ഉണ്ട്. ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ സാർ, നമസ്കാരം. ഞാൻ പരപ്പനങ്ങാടി, മലപ്പുറം ജില്ല പരപ്പനങ്ങാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. പേരെന്താണ്? എന്റെ പേര് റാഷിദ്. ഞാനൊരു യുവ കർഷകനാണ്. ഈ കറി എന്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കറലി വരുന്ന തെങ്ങിന് എന്താണ് കാരണങ്ങൾ? കറ വലിക്കുക തെങ്ങിന് അത് അങ്ങനെ 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 മുകളിലേക്ക് അങ്ങനെ കയറിപ്പോയി തെങ്ങിന്റെ തല ചീഞ്ഞ് വീഴുന്ന ഒരു അവസ്ഥയാണ്. സ്വാഭാവികമായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഉൽപാദനക്ഷമത പിറകോട്ടെടുപ്പിക്കുന്നതിനുള്ള ഒരു കാര്യം കീടങ്ങളും രോഗങ്ങളും കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിലൊരു കാര്യം വളരെയധികം ഈ കറലി ബാധിച്ച തെങ്ങിന്റെ ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഓലകൾ വളരെയധികം ചെറുതായി വരികയാണ്.
ചെന്നീരൊലിപ്പ് അല്ലെങ്കിൽ കറയൊലിപ്പ് രോഗമാണ്. വളരെയധികം എളിച്ചു പോയി തെങ്ങനെ നശിച്ചു പോകുന്ന അതിലേക്ക് ഇല്ല, അത് അവസാന ഘട്ടത്തിലാവുമ്പോഴാണ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഓലകൾക്ക് ചെറുതായി വെള്ളമൊക്കെ. അപ്പൊ ആദ്യഘട്ടത്തിൽ തന്നെ ചെന്നീരൊലിപ്പ് ഒരു കുമിൾ രോഗമാണ്. പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ഈ ചെന്നീരൊലിപ്പ് രോഗം തുടങ്ങുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ അത് തോട്ടത്തിൽ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ചെന്നീരൊലിപ്പുള്ള ഭാഗം നമ്മൾ ചെത്തി മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കുമിൾനാശിനി പ്രയോഗം നടത്താം. അത് മാത്രമല്ല, പ്രധാനമായിട്ടും ചെയ്യാൻ കഴിയുന്നത് ഈ കുമിൾ രോഗത്തെ എതിർക്കാൻ ശേഷിയുള്ള മിത്രകുമിളുണ്ട്. അപ്പോൾ ആ മിത്രകുമിൾ ട്രൈക്കോഡർമ എന്ന് പറയും. ആ മിത്രകുമിൾ ചേർത്തിട്ടുള്ള വേപ്പും പിണ്ണാക്ക് ഒരു 5 കിലോഗ്രാം വീതം നമുക്ക് തെങ്ങിൻ്റെ അടുത്ത് ചേർക്കുന്നത് തന്നെ ഈ രോഗത്തിനെതിരെ നമുക്ക് നിയന്ത്രണ നടപടിയായിട്ട് സ്വീകരിക്കാം. ഇതേ കുമിൾ തന്നെ കുമിൾ ഒരു ടാൽക്ക് മാധ്യമത്തിൽ വളർത്തിയിട്ടുള്ള ഇത് നമുക്കൊരു സ്ലറി മാതിരിയാക്കിയിട്ട് ഇതിന്റെ മേലെ ചെന്നീരൊലിപ്പുള്ള 2-3 തെങ്ങിനെ ഞാൻ വളരെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു. അതെ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യഘട്ടത്തിൽ ഇതിനെ ശ്രദ്ധിക്കാതെ അവഗണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ചെന്നീരൊലിപ്പ് മേലോട്ട് പോവുകയും കുറെ കഴിയുമ്പോൾ തെങ്ങിന്റെ തടി തന്നെ പെൻസിൽ പോയിന്റ് മാതിരി വീതി കുറഞ്ഞിട്ട് വരികയും പിന്നെ ഓലയൊക്കെ കുറയുകയും. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ കാണുക ഈ പറഞ്ഞ നമുക്കിപ്പം ഈ ട്രൈക്കോഡർമ ഉപയോഗിച്ച് തന്നെ പരമാവധി ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും. അതെല്ലാം വളരെ രൂക്ഷമാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി വേരിൽ കൂടി നൽകാവുന്ന ചില കുമിൾനാശിനി പ്രയോഗങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പം ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനുള്ള നിയന്ത്രണ നടപടികൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്വാഭാവികമായിട്ട് നമുക്ക് പൂർണ്ണമായും ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും. അത് അത്ര വലിയ വീര്യമുള്ള കുമിൾ രോഗമല്ല. പക്ഷേ ഇത് അവഗണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് തെങ്ങിൻ തടികളിൽ മേലോട്ട് പോയി അവസാനം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തടിയൊക്കെ നേർത്ത് വന്ന് ഓല ചെറുതായി തേങ്ങയൊക്കെ അതിൻ്റെ ഉൽപ്പാദനം തീരെ ഇല്ലാതായി മാറും എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ കണ്ടുപിടിക്കുക, നിയന്ത്രണ നടപടികൾ സ്വീകരിക്കുക. വിളിച്ചതിന് വളരെ നന്ദി. ഈ നെടിയ ഇനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനങ്ങളുടെ കാര്യം പറഞ്ഞത്. നെടിയ ഇനങ്ങളിൽ തന്നെ നമുക്ക് ഈ വെസ്റ്റ് കോസ്റ്റ് ഓൾ അല്ലെങ്കിൽ പശ്ചിമതീര നേടിയതിന് പുറമെ കുറേ ഇനങ്ങൾ പുറത്തിറക്കി. CPCRയിൽ നിന്ന് തന്നെ കേരചന്ദ്ര എന്ന ഇനമുണ്ട്. അതൊന്നും കൃഷിയുടെ ഒത്തിരി ഇനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഈ കേര ഗവേഷണത്തിൽ പുതിയ ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ പല ജനിതക ശേഖരത്തിൽ ഉൾപ്പെടുന്ന പല ഇനങ്ങളുടെയും അതിൻ്റെ കൃഷി വിലയിരുത്തിയതിന് ശേഷമാണ് പുറത്തിറക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെയൊക്കെ നടീൽ വസ്തുക്കൾ ആവശ്യത്തിന് നൽകാൻ ലഭ്യമാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഒട്ടേറെ ഈ ഇനങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ ഉൽപാദനക്ഷമതയുണ്ട്. അതുപോലെ തന്നെ മറ്റ് സവിശേഷ സ്വഭാവങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഇളനീരിനും അതേസമയം കൊപ്പറയ്ക്കും അനുയോജ്യം രണ്ടിനും ഉപയോഗിക്കാൻ കഴിയുന്ന 2-3 ഇനങ്ങൾ. ഇപ്പം ഈ കേരചന്ദ്ര ഫിലിപ്പൻസ് ഓർഡിനറി എന്ന ഇനത്തിന്റെ ഒരു സെലക്ഷനാണ് അത് കേരചന്ദ്ര. അതുപോലെ തന്നെ കൽപ്പഹരിത എന്നുള്ള ഒരു ഇനമുണ്ട്. അതും ഈ അതിന് ഇളനീരിന് ഉപയോഗിക്കാൻ അതേസമയം കൊപ്പറയ്ക്കും മറ്റ് കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ 7ഓളം ഇനങ്ങൾ CPCRയിൽ നിന്ന് നെടിയ ഇനങ്ങളായിട്ടാണ് പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സങ്കര ഇനങ്ങളുണ്ടല്ലോ, സങ്കര ഇനങ്ങൾ സ്വാഭാവിക. അപ്പോൾ അതിലൊരു ഇപ്പം കൃഷിക്കാരെ സംബന്ധിച്ച് ധാരാളമായിട്ട് ഇത് വയ്ക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ. പക്ഷെ അതിൻ്റെ ഈ പാചക ഗുണം, അതിൽ കൊപ്രയുടെ കണ്ടന്റ് അല്ലെങ്കിൽ ഈ രോഗകീടബാധത്തുള്ള അധികരിച്ച് കാണും. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അവബോധത്തിൻ്റെ ഒരു കുറവ്. ഈ സങ്കര ഇനങ്ങൾ നമ്മൾ പൊതുവെ തെങ്ങിൽ നമുക്ക് 2 ഇനങ്ങളാണ് ഉള്ളത് പ്രധാനമായിട്ടും, നെടിയ ഇനങ്ങളും കുറിയ ഇനങ്ങളും. അപ്പോൾ സങ്കര ഇനങ്ങൾ എന്നുള്ളത് നമ്മൾ നെടിയ ഇനവും കുറിയ ഇനവും വർഗസങ്കരണം നടത്തി വികസിപ്പിച്ചെടുക്കുന്ന ഇനമാണ്. അപ്പോൾ നെടിയ ഇനത്തിനെ പോലെ അതിൻ്റെ നല്ല വശങ്ങളും കുറിയ ഇനത്തിൻ്റെ നല്ല വശങ്ങളും നമ്മൾ ഈ സങ്കര ഇനത്തിൽ സംയോജിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ സങ്കര ഇനങ്ങൾ കുറിയ ഇനത്തെ പോലെ ആദ്യം തന്നെ കാഴ്ച കൊടുക്കും, കുറച്ച് നേരത്തെ കാഴ്ച കൊടുക്കും, 3-4 വർഷത്തിനാണ്. നെടിയ ഇനങ്ങൾ 5-6 വർഷം എടുക്കും എന്നുള്ളതാണ്. അതേസമയം ഇതിന് ഉൽപാദനക്ഷമത കൂടുതലാണ്. 2 ഇനങ്ങളെയും താരതമ്യപ്പെടുത്തുമ്പോൾ മെച്ചപ്പെട്ട ഉൽപാദനക്ഷമതയുണ്ട്. അപ്പം T/D അതുപോലെ തന്നെ D/T. നെടിയ ഇനം മാതൃവൃക്ഷമായിട്ടും കുറിയ ഇനം പിതൃവൃക്ഷമായിട്ടുള്ളത് T/D. നേരെ തിരിച്ചുള്ള ക്രോസ് ആണ് നമ്മൾ D/T. ഇതിന്റെ ഉയരത്തിലുള്ള ഒരു അന്തരം സ്വാഭാവികമായിട്ടും കുറിയ ഇനത്തെ അപേക്ഷിച്ച് ഇത് ഉയരം നമ്മളെ കുറിയ ഇനത്തെക്കാളും സങ്കര ഇനങ്ങൾക്ക് ഉയരം കൂടുതലുണ്ടാവും. ഇപ്പം നമ്മൾ CPCRയിൽ നിന്ന് തന്നെ ഏതാണ്ട് 6ഓളം സങ്കര ഇനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. കേരസങ്കര, ചന്ദ്രസങ്കര, ചന്ദ്രലക്ഷ, കൽപ്പസങ്കര, കൽപ്പസമൃദ്ധി, കൽപ്പശ്രേഷ്ഠ, ഇങ്ങനെ 6 ഇനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയിൽ നിന്നും തിരിച്ചു വരാം. ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
ഹലോ സാർ. നമസ്കാരം. ആരാണ്? സാർ, ഞാൻ കോയമ്പത്തൂർ പൊള്ളാച്ചിയിൽ നിന്നാണ് വിളിക്കുന്നത്. പൊള്ളാച്ചി. ശരി. പേരെന്താണ്? പേര് റഫീഖാണ്. ശരി, ചോദിക്കൂ. പിന്നെ വന്നിട്ട് പറഞ്ഞോളൂ. എനിക്ക് വന്നിട്ട് കായ് വന്നിട്ട് തെങ്ങ് വന്നിട്ട് കായ് വന്നിട്ട് പറഞ്ഞോളൂ. കായ് വന്നിട്ട് ഉള്ളിക്കായിട്ട് വരുന്നുണ്ട്. കായ് ചുരുങ്ങി വരുന്നു അല്ലേ? ചുരുങ്ങി വരുന്നുണ്ട്. പിന്നെ പക്ഷെ വന്നിട്ട് നമ്മളെ വന്നിട്ട് ഉറം വന്നിട്ട് ചാണി മാത്രമാണ് ഇട്ടത്. ചാണകം മാത്രമാണ് വളമായിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷെ കായ് വെള്ളം ശുഷ്കിച്ചു വരും. അതിൽ ഈ കാക്കപ്പൊന്നു വല്ല അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? അതൊന്നുമില്ല. ഇല്ല അല്ലേ? ശരി. ഇല്ല. കായുടെ വലിപ്പം കുറവാണ്, ചാണകം വലിപ്പം കുറവ്. വെള്ളം വന്നിട്ട് ചൊട്ടുനീരാണ്. നമ്മള് പാച്ചി വന്നിട്ട് ചൊട്ടുനീരാണ്. എന്താണ് അതിനെന്താ ഇടാ, എന്ത് ചെയ്യാ? ഉപ്പ് കലർന്ന വെള്ളമാണ് നനയ്ക്കാൻ ഉപയോഗിക്കുന്നത്. പക്ഷെ കായ് വളരെ ശുഷ്കിച്ച് വരുന്നുള്ളൂ. ജൈവ കൃഷിയാണ്, ചാണകം മാത്രം ഉപയോഗിക്കും. അല്ല, അതിൽ നമുക്ക് തെങ്ങ് നല്ല രീതിയിൽ ഉൽപ്പാദനം നൽകണമെങ്കിൽ പ്രധാനപ്പെട്ട സസ്യപോഷക മൂലമായിട്ടുള്ള ക്ഷാരം, പൊട്ടാസ്യത്തിൻ്റെ ഇത് ഉപയോഗം വളരെ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും കൂടിയ അളവിൽ തെങ്ങിന് വേണ്ടി വരുന്നതാണ് ക്ഷാരം. അപ്പം സ്വാഭാവികമായിട്ടും മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വളപ്രയോഗം അത്യാവശ്യമായിരിക്കും. ജൈവ വളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ടും പാക്യജനകത്തിൻ്റെ ലഭ്യത കൂടുതലുണ്ട്. അതേസമയം ക്ഷാരത്തിൻ്റെ ലഭ്യത കുറയുകയും ചെയ്യും. മുൻകാലങ്ങളിൽ നമുക്ക് ചാരം വീട്ടിൽ നിന്ന് കറി ആവശ്യത്തിനൊക്കെ ചേർക്കാൻ കഴിഞ്ഞിരുന്നു. ഇക്കാലത്ത് അതിനുള്ളൊരു സാധ്യത കുറവുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ജൈവവളങ്ങളും അതേസമയം മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള ഏത് മൂലമാണോ കുറവുള്ളത്, പ്രത്യേകിച്ച് ഇപ്പോൾ ക്ഷാരത്തിൻ്റെ കുറവ്, അതുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൃഷിയിടങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള വളപ്രയോഗം, പ്രത്യേകിച്ച് ക്ഷാരത്തിൻ്റെ കുറവ്, പൊട്ടാഷിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ അത് മാത്രമല്ല, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ ചില സൂക്ഷ്മ മൂലകങ്ങൾ, പ്രത്യേകിച്ച് ബോറോൺ തുടങ്ങിയിട്ടുള്ള സൂക്ഷ്മ മൂലകങ്ങൾ, അത് തെങ്ങ് കൃഷിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു, തെങ്ങിൻ്റെ വളർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു ഇതുള്ളതാണ് ബോറോൺ. അപ്പോൾ ബോറോണിൻ്റെ അഭാവം ഉണ്ടാവാം. അപ്പോൾ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വേണ്ട വളപ്രയോഗ ഒരു ഷെഡ്യൂള് നമ്മൾ അനുവർത്തിക്കുന്നതായിരിക്കും ഏറ്റവും. അടുത്തുള്ള കൃഷി ഓഫീസിൽ പോയിട്ട് നമ്മൾ പോയി ചോദിച്ചോ, മണ്ണ് പരിശോധിച്ചിരുന്നു. അവർ ചോദിക്കുമ്പോ ഇവിടെ കോയമ്പത്തൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പോയി ചോദിക്കുമ്പോ പൊട്ടാഷ്യം, യൂറിയ, തൊളുവറം 3 ഒന്നായിട്ട് കലക്കി മിക്സ് ചെയ്തിട്ട് ഒരു സൈഡ് മാത്രം കട്ട് ചെയ്തിട്ട് ഇട്ടാ മതി പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞേ. അപ്പൊ നിങ്ങളുടെ TV കണ്ടിട്ടാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്. അതെ, തീർച്ചയായിട്ടും ഈ പറഞ്ഞത് നമ്മളെ തെങ്ങിൻ തോട്ടത്തിൽ നിന്ന് മണ്ണ് സാമ്പിൾ എടുത്തിട്ട് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെ വളങ്ങൾ ചേർക്കുന്നത് തീരുമാനിക്കുന്നതല്ല. അതല്ലെങ്കിൽ പൊതുവായ ചില നിർദ്ദേശങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വളങ്ങളൊക്കെ ചിലപ്പോൾ വേസ്റ്റ് ആയിട്ട് പോകും. താങ്കൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് മണ്ണ് സാമ്പിൾ എടുക്കുക, അത് പരിശോധിക്കുക, അതിൻ്റെ ആ റിപ്പോർട്ടിൽ പറയും ഏതൊക്കെ വളങ്ങളാണ് എത്ര അളവിലാണ് ചേർക്കേണ്ടതെന്ന്. തീർച്ചയായിട്ടും ജൈവവളം പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും മൂലകത്തിൻ്റെ അഭാവം കൊണ്ടുണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിക്കാനുള്ള വളപ്രയോഗം, ഒരു സംയോജിത വളപ്രയോഗ രീതിയായിരിക്കും നല്ലത്. നന്ദി. ഒരു കോളും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഹലോ. ഞാൻ വട്ടിയൂർക്കാവ് സംസാരിക്കുന്നത് സതീഷ് കുമാർ. ചോദിച്ചോളൂ സാറേ, ഞാൻ കാർഷിക കോളേജിൽ നിന്ന് 6 TNTD തെങ്ങും തൈകൾ വാങ്ങി. ശരി. അതിലിപ്പോ ഒരു 4-5 ഇലയോളം വന്നു കേട്ടുണ്ട്. എപ്പോഴാണ് വാങ്ങിയത്? 6 മാസം മുന്നേ. ഒരു വർഷം ആയിട്ടില്ല? ഇല്ല, 6 മാസമായുള്ളൂ. 6 മാസം. ശരി. പിന്നെ അതിനപ്പോഴും ഇട്ടതാണെങ്കിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, മണലിട്ടിട്ടുണ്ട്, പിന്നെ കോഴിവളവും ചാണകം, കുമ്മായം, പിണ്ണാക്ക് ഇത്രയും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്താണ് ഞാൻ നട്ടത്. ഇനി അടുത്തത് എന്ത് വളമാണ് ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ ഈ മഴക്കാലം തുടങ്ങുന്ന ഇതിലാണല്ലോ നടുന്നത്. ഇപ്പോൾ ജൂൺ മാസത്തിലാണ് നടുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ രാസവളങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ നടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ കുഴി, ഇപ്പോൾ 1 മീറ്റർ ആഴത്തിൽ കുഴി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം നേരത്തെ നമ്മൾ മേൽമണ്ണും ജൈവവളം, ചാണകപ്പൊടിയും ചാരമൊക്കെ ചേർത്തിട്ട് മിശ്രിതം കൊണ്ട് മൂടുക. എന്നിട്ടാണ് അതിനകത്താണ് നമ്മൾ തൈ നടേണ്ടത്.
പിന്നീട് നമ്മൾ ഒരു 2-3 മാസത്തിന് ശേഷം മാത്രമേ രാസവള പ്രയോഗം ആവശ്യമെങ്കിൽ ചേർക്കേണ്ടതുള്ളൂ. എനിക്ക് തോന്നുന്നത് താങ്കളുടെ തെങ്ങ് നട്ട തോട്ടത്തിന്റെ മണ്ണ് സാമ്പിൾ ആദ്യം തന്നെ ഒന്ന് പരിശോധിക്കുക. അതിനനുസരിച്ചിട്ട് ഉള്ള ഒരു വളപ്രയോഗമായിരിക്കും നല്ലത്. നമ്മൾ പൊതുവായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പ്രാഥമിക മൂലകം കിട്ടുന്നതിലുള്ള ഒരു വളപ്രയോഗ ഷെഡ്യൂളാണ് പൊതുവായിട്ട് പറയുക. പക്ഷേ നമ്മുടെ ഇപ്പോൾ അടുത്ത കാലത്ത് കേരളത്തിന്റെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും മണ്ണ് സാമ്പിൾ ശേഖരിച്ചിട്ട് പ്ലാനിംഗ് ബോർഡ് വലിയൊരു പഠനം നടത്തിയതിൽ ഒരുപാട് മൂലകങ്ങൾ, ദ്വിതീയ മൂലകങ്ങൾ, കാൽഷ്യത്തിന്റെ, മഗ്നീഷ്യത്തിന്റെ കുറവുണ്ട്, ബോറോണിന്റെ കുറവുണ്ട്, പൊട്ടാസ്യത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷാരത്തിന്റെ കുറവ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ സാമ്പിൾ പരിശോധിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് ഷെഡ്യൂൾ ചെയ്യും. കൃഷിഭവനിൽ ഇതിനുള്ള സൗകര്യം, സൗജന്യമായിട്ട് പരിശോധന സൗകര്യം ഉണ്ട്. വിളിച്ചതിൽ വളരെ നന്ദി. ഒരു കാളും കൂടെ ഉണ്ട്. ഹലോ. നമസ്കാരം. ആരാണ്? ആന്റണി. ആന്റണി എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചാലക്കുടി. ചാലക്കുടി. സംസാരിച്ചത്. എന്റെ തെങ്ങൻ തൈയുടെ കൂമ്പൊക്കെ ഇങ്ങനെ തിന്നൊടിഞ്ഞു പോണേ. അതിനിപ്പോ എന്തിട്ട് ചെയ്യേണ്ടെന്ന് അറിയില്ല. നമ്മള് കൂമ്പ് ചെയ്യുന്നതാണോ പറയുന്നത്? തെങ്ങിന്റെ കൂമ്പ് ചീഞ്ഞു പോകുന്നതാണോ? ഒടിഞ്ഞു പോകുന്നു. തെന്നുണ്ട് ഒരു അതിന്റെ ഒടിനോട്ട് ചകിരിമല്ലൊക്കെ ഇരിക്കുന്നുണ്ട്. ചകിരി. അത് സ്വാഭാവികമായിട്ടും കൊമ്പൻ ചെല്ലിയുടെ ആക്രമണ ലക്ഷണമായിരിക്കും അത് പ്രധാനമായിട്ടും. അപ്പോൾ നമുക്കതിൽ ചെയ്യാൻ കഴിയുന്ന വെച്ചാൽ സാധാരണഗതിയിൽ മണ്ട കൃത്യമായിട്ട് വൃത്തിയാക്കിയാൽ തന്നെ ഇത്തരത്തിലുള്ള കീടത്തിന്റെ ആക്രമണം കുറയ്ക്കാൻ കഴിയും. പിന്നെ ഈ നമ്മുടെ ചെല്ലി കുത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പഴയ രീതിയിൽ ചെല്ലിക്കോല് വെച്ചിട്ട് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ കുത്തിയിട്ട് അവിടെ മുറിവ് വല്ലതും പറ്റുകയാണെങ്കിലും ചെല്ലിക്കോല് നമ്മൾ മാംഗോ സോപ്പ് കുമിൾനാശിനി വെച്ചിട്ട് അതിനെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഈ പെരുവലം എന്നുള്ളൊരു ചെടിയുണ്ട്. അത് വേരോടെ പിഴുതിട്ട് ഈ കൊമ്പൻ ചെല്ലി പെരുകുന്ന വളക്കുഴിയോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ചെല്ലിയുടെ പുഴുക്കളെ നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിയും. പിന്നെ അത് വളരെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഈ വളക്കുഴിയിലും മറ്റും ഈ ചെല്ലിക്കെതിരെയുള്ള ഒരു കുമിളുണ്ട്, മെറ്ററൈസിയം, പച്ചക്കുമിൾ, ഗ്രീൻ മസ്കാർഡിൻ ഫംഗസ്. അപ്പോൾ അതിൻ്റെ കൾച്ചർ ഒരു 250 മില്ലി തേങ്ങാവെള്ളത്തിൽ വളർത്തിയിട്ടുള്ള അതിൻ്റെ കൾച്ചർ 750 മില്ലി വെള്ളമായിട്ട് ചേർത്തിട്ടുള്ള ഇത് നമ്മൾ ഈ വളക്കുളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ചെല്ലി പെരുകുന്നത് നമുക്ക് തടയാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ വളരെ രൂക്ഷമാണ് എങ്കിൽ മാത്രമേ ഇപ്പോൾ ഇത് 1-2 ദിനങ്ങളുടെ ഇതിനൊക്കെ തന്നെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ മാത്രമേ നമ്മൾ അതിൽ വേറൊന്നും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓലക്കവിളുകളിൽ മണലുമായിട്ട് ഒരു മണലും പിന്നെ നമ്മൾ വേപ്പും പിണ്ണാക്കും ഒരു 250 ഗ്രാം വീതം ചേർത്തിട്ടുള്ളത് ഓലക്കവിളിൽ ഇട്ട് കൊടുത്താൽ മതി. ഏറ്റവും ഉള്ളിൽ 2 ഓലക്കവിളിൽ ഇട്ട് കൊടുക്കുന്നതും ഇത് ഈ പറഞ്ഞ ചെല്ലിയുടെ ആക്രമണം. ഇപ്പോൾ ഈ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം നമ്മൾ ചെല്ലി കൊണ്ടുള്ള ആക്രമണം മാത്രമല്ല പിന്നീട് കൂമ്പുചീലൊക്കെ വരാൻ ഇടയാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള തുടക്കത്തിൽ തന്നെ ഇത് പരിഹരിക്കണം. അതല്ലെങ്കിൽ തെങ്ങ് നശിച്ചു പോകുന്ന രീതിയിൽ കൂമ്പുചീല പോലുള്ള രോഗങ്ങളും വരാനുള്ള സാധ്യത. വിളിച്ചതിൽ വളരെ നന്ദി. സാർ, ഈ നമ്മുടെ ഉൽപ്പാദനക്ഷമതയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കൂടുതൽ സംശയങ്ങളും വന്നത് കീടരോഗങ്ങളും അതുപോലെ ഈ പറഞ്ഞ മണ്ണിന്റെ പോഷക ഗുണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെ ഒരു നല്ല രീതിയിൽ നിലനിർത്തി പോകാൻ പറ്റും? അല്ല, ഇതിൽ ഒന്ന് പ്രധാനമായിട്ടും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ നാളികേരത്തിന്റെ അടുത്ത കാലത്താണ് പറഞ്ഞ പ്രധാന മൂലകങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ടിയിരിക്കണം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വന്നിട്ടുള്ളത് നമ്മളിപ്പം തെങ്ങിന്റെ പരിചരണത്തിൽ ഈ തെങ്ങക്ക് വില കുറവായിട്ടുള്ള 10-25 വർഷം വില വളരെ തീരെ കുറവായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ വേണ്ടത്ര ഈ മണ്ണ് പരിശോധിച്ചിട്ടുള്ള വളപ്രയോഗം തന്നെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ജൈവവളപ്രയോഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്താ പറ്റിയത്, ഈ പല പോഷക മൂലകങ്ങളുടെ അഭാവം കൊണ്ടുള്ള പ്രശ്നം വന്നിട്ടുണ്ട്. ഉൽപാദനക്ഷമത കുറയാനിടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊട്ടാസ്യത്തിന്റെ, ക്ഷാരത്തിന്റെ, മഗ്നീഷ്യത്തിന്റെ ഒക്കെ ഒരു 74% കൃഷിയിടങ്ങളിലെ മണ്ണിൽ മഗ്നീഷ്യം കുറവാണ്. തെങ്ങിന് പ്രധാനപ്പെട്ട ഒരു സൂക്ഷ്മമൂലകമാണ് ബോറോൺ, അത് കുറവാണ്. അപ്പോൾ ഇത് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമുള്ള മൂലകങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു വളപ്രയോഗത്തിന്റെ രീതി, അതോടൊപ്പം തന്നെ മണ്ണിന്റെ ജൈവാംശം നിലനിർത്തുന്ന ജൈവ വളപ്രയോഗത്തിന് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റും നമുക്ക് ഈ ഒരു ഏകവിളയ്ക്ക് അപ്പുറം തെങ്ങിനെ നമ്മൾ എങ്ങനെ ഒരു കൂടുതൽ ലാഭകരമായ രീതിയിലാണ്? തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് തൽക്കാലം വിപണിയിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തേങ്ങയ്ക്കും കേരോൽപ്പന്നങ്ങൾക്കും വിലയുണ്ട്. പക്ഷേ പറയാൻ പറ്റില്ല. അപ്പം നമുക്കൊരു ദീർഘാടിസ്ഥാനത്തിൽ സുസ്ഥിരമായിട്ടുള്ളൊരു കേര വികസനത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് തെങ്ങ് ഏകവിള എന്നതിന് അപ്പുറം നമുക്ക് കേരാധിഷ്ഠിത ബഹുവിള സമ്മിശ്ര കൃഷി രീതി, അതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള രീതി എന്നുള്ളത്. അപ്പോൾ തെങ്ങിനോടൊപ്പം ധാരാളം ഇടവിളകൾ, മിശ്രവിളകളും കൃഷി ചെയ്യാം. അപ്പോൾ തെങ്ങിൻ്റെ വളർച്ച ഘട്ടം അനുസരിച്ചിട്ട് ഹ്രസ്വകാല വിളകൾ നട്ടിട്ട് ആദ്യത്തെ ഒരു 8 വർഷം വരെ,
പിന്നെ ഒരു ഇടക്ക് കൂടുതൽ തണലുള്ള സമയത്ത് നമ്മൾ തണലിൽ വളരാൻ കഴിയുന്ന വിളകൾ 22 വർഷത്തിന് ശേഷമുള്ള പ്രായമുള്ള തെങ്ങുകളുള്ള തോട്ടങ്ങളിൽ ഹ്രസ്വകാല വിളകളും ദീർഘകാല വിളകളൊക്കെ ചേർക്കാം. അപ്പം ഇതിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തെങ്ങിന് വേണ്ട പരിചരണം തെങ്ങിനും കൊടുക്കണം, ഇടവിളകൾക്ക് അതും കൊടുക്കണം എന്നുള്ളതാണ്. അതിന് അല്ലെങ്കിൽ രണ്ടിൻ്റെയും ഉൽപ്പാദനക്ഷമതയെ ബാധിക്കും. ഒട്ടേറെ വിളകൾ നമുക്ക് കൃഷി ചെയ്യാൻ കഴിയും. നമുക്കൊരു കോളിന് ശേഷം തിരിച്ചു വരാം. ഹലോ, നമസ്കാരം. ഹലോ, പറഞ്ഞു. ആരാണ്? ഞങ്ങള് വീട്ടിന്റെ പുരയിടത്തില്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് കണ്ണൂരിന്ന്. പേരുകൾ പറയാമോ? രാജൻ, കണ്ണൂരിന്ന് രാജൻ. ചോദിച്ചോളൂ. ഹലോ, കണ്ണൂരിന്ന് പറഞ്ഞോളൂ രാജൻ, പറഞ്ഞോളൂ. പുരയിടത്തില് മച്ചിങ്ങ വല്ലാതെ കൊഴിഞ്ഞ്, മച്ചിങ്ങ കൂടുതലായിട്ട് പൊഴിയണം. അത് മച്ചിങ്ങ തെങ്ങിൽ നിന്ന് മച്ചിങ്ങ പൊഴിഞ്ഞു പോകുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഞങ്ങൾ നേരത്തെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ മണ്ണിൽ ആവശ്യത്തിനുള്ള പോഷകങ്ങൾ ലഭ്യമല്ലാത്ത ചില പോഷകങ്ങളുടെ അഭാവം കൊണ്ടുള്ള പ്രശ്നം കൊണ്ട് വരാം. ചിലതരം കീടങ്ങളുടെ ആക്രമണം കൊണ്ട്, ഇപ്പം പൂങ്കുല ചാഴി പോലെയുള്ള കീടങ്ങൾ, നമ്മളെ മണ്ടരിയുടെ ആക്രമണം ഉണ്ടെങ്കിൽ കാണുന്നുണ്ടോ മച്ചിങ്ങയുടെ ബോർഡിന്റെ അടുത്ത്? ഈ മച്ചിങ്ങ പൊഴിയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ നമുക്ക് ഒന്ന് ചില കീടങ്ങളുടെ ആക്രമണമുണ്ട്. ഇപ്പം മണ്ടരി ബാധിച്ചിട്ടുണ്ടെങ്കിൽ, രൂക്ഷമായ രീതിയിൽ മണ്ടരി എന്ന കീടത്തിന്റെ ആക്രമണം ഉണ്ടെങ്കിൽ അത് കൊഴിഞ്ഞു വീഴാം. പൂങ്കുല ചാഴി എന്നുള്ള നമ്മൾ നീരൂറ്റി കുടിക്കുന്ന, അതിൽ നമ്മളെ ചെറിയ മച്ചിങ്ങയാകുമ്പോൾ നീരൂറ്റി കുടിക്കുന്ന അതിൻ്റെ ആക്രമണം കൊണ്ട് കൊഴിഞ്ഞു വീഴാം. അതുമാത്രമല്ല ചില കുമിൾ രോഗങ്ങൾ വന്നാലും വ്യാപകം വന്നിട്ടുണ്ട്. ഫൈറ്റോഫ്തോറ അതെല്ലാം അങ്ങനെയുള്ള മറ്റു ചില പ്രതിവിധി നമ്മൾ ആ വീഴുന്ന മച്ചിങ്ങ ഒന്ന് നമ്മളെ കൃഷിഭവനിൽ, താങ്കൾക്ക് മനസ്സിലാവുന്ന സാഹചര്യമാണ്, കൃഷിഭവനിലൊന്ന് കാണിച്ചാൽ ഏത് കാരണമാണ് കൊണ്ടാണ് ഇത് കൊഴിയുന്നതെന്ന് കണ്ടെത്തിയിട്ട് ഉചിതമായിട്ടില്ല. ഇപ്പോൾ കീടങ്ങളാണെന്ന് നമുക്ക് ഇപ്പോൾ ജൈവ കീടനാശിനി നിയന്ത്രിക്കാൻ കഴിയുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു അല്ല ഇതിപ്പോൾ നമ്മൾ മണ്ണ് പരിശോധനയുടെ റിപ്പോർട്ടിനോടൊപ്പം തന്നെ ഇതിന്റെ സാമ്പിളും കൂടി ഒന്ന് കാണിക്കുക. അപ്പോൾ അത് ഏത് കാരണമാണെന്നനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയുക. വിളിക്കൽ നന്ദി. ഇപ്പോൾ നമുക്ക് പൊതുവായിട്ട് നമ്മുടെ കേരളത്തിൽ നാളികേര കൃഷി എൻ്റെ പണ്ടുണ്ടായിരുന്ന ഉൽപ്പാദനക്ഷമത വീണ്ടെടുക്കുന്നതിനുള്ള കാര്യങ്ങൾ ചുരുക്കമായിട്ട് ഒന്ന് പറഞ്ഞു. നമുക്ക് ഉൽപ്പാദനക്ഷമത നമുക്ക് മെച്ചപ്പെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി എന്നുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മെച്ചപ്പെട്ട ഇനങ്ങളുടെ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കൊണ്ടുള്ള ഒരു കൃഷി. രണ്ടാമത് നമ്മുടെ അതിൻ്റെ വിള പരിപാലനത്തിൽ പ്രത്യേകിച്ച് മണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് ആവശ്യത്തിന് പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു വളപ്രയോഗ രീതി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ തീർച്ചയായിട്ടും ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും നമുക്ക് കഴിയുന്നതിന് ഒരു പ്രധാനപ്പെട്ട രീതി തെങ്ങിനോടൊപ്പം മറ്റ് വിളകളും ചേർത്തുകൊണ്ടുള്ള ബഹുവിള കൃഷി. മാത്രമല്ല ഈ കന്നുകാലി വളർത്തൽ തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങൾ സംയോജിത നമ്മൾ സമ്മിശ്ര കൃഷി എന്ന് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ തെങ്ങിൻ്റെ ഇടയിൽ തീറ്റപ്പുല്ല് വളർത്തുക, കന്നുകാലി വളർത്തുക, അത് തീറ്റപ്പുല്ല് ഉപയോഗിച്ചുകൊണ്ട് ചാണകം ബയോഗ്യാസിന് ഉപയോഗിക്കുക, സ്ലറി ജൈവവളം, ഒരു ഫലപ്രദമായിട്ട് ജൈവ പുനഃചംക്രമണത്തിനുള്ള ഓർഗാനിക്. ഇപ്പം നമ്മൾ ജൈവ കൃഷിയെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സമ്മിശ്ര കൃഷി കൊണ്ടേ നമുക്ക് ജൈവ കൃഷി സാധ്യമാവുള്ളൂ. അപ്പം അത് വരുമാന വർധനവിന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി കൂടിയാണ്. ഏകവിളയ്ക്ക് പകരം ബഹുവിള സമ്മിശ്ര കൃഷി രീതി അവലംബിക്കുക. അതുമാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം, തെങ്ങ് കൃഷി ആദായപരമാക്കാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് നാളികേരവും കൊപ്രയും വെളിച്ചെണ്ണക്കും അപ്പുറമുള്ള ഉൽപ്പന്നങ്ങൾ കൂടി, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിന്റെ സാധ്യതകളും കൂടി നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അതല്ലെങ്കിൽ കേരകൃഷി അത്ര കൊണ്ട് നമുക്ക് മുമ്പോട്ട് സുസ്ഥിര വികസനം എന്നുള്ളത് നമുക്ക് കൈവരിക്കാം. നമ്മുടെ സമയത്താണ്ട് കഴിയാറായി. ഇന്നത്തെ അതിഥി വിലാസം പറയാം. ഡോക്ടർ സി തമ്പാൻ, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്, CPCRI കാസർഗോഡ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 9446169695 9446169695. ഏതായാലും നാളികേരം നമ്മൾ അവഗണിക്കേണ്ട ഒരു വിളയല്ല. അതിന് വേണ്ട രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ ഉൽപ്പാദനക്ഷമത കൂട്ടുന്നതിനുള്ള തന്ത്രങ്ങൾ ഫലപ്രദമായി ചെയ്താൽ നാളികേരത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വലിയ തോതിൽ വർദ്ധിപ്പിക്കാം. ഇപ്പോൾ വിപണിയിലുള്ള വലിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്താം. അങ്ങനെ കേരളത്തിലെ നാളികേരത്തിന് നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കും. ഈ വിഷയത്തിൽ ഇന്ന്
നമ്മളൊപ്പം പങ്കെടുത്ത ഡോക്ടർ സി സംഭാനം നന്ദി രേഖപ്പെടുത്തുന്നു. വിളിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു വിഷയമായി കൃഷിദർശൻ ലൈവ് വീണ്ടും അടുത്ത വെള്ളിയാഴ്ച. നന്ദി, നമസ്കാരം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെങ്ങിൻ തോട്ടങ്ങളുടെ സമഗ്ര പരിപാലനത്തിന് 45 കോടി രൂപയുടെ പദ്ധതി. ചെറുകിട നഴ്സറി തുടങ്ങാൻ ധനസഹായം. വിശദമായ വാർത്തകളിലേക്ക്. തെങ്ങിൻ തോട്ടങ്ങളുടെ സമഗ്ര പരിപാലനം ലക്ഷ്യമിട്ട് 45 കോടി രൂപയുടെ സമഗ്ര പദ്ധതി കൃഷിവകുപ്പ് ഈ സാമ്പത്തിക വർഷം നടപ്പാക്കുന്നു. കഴിഞ്ഞ വർഷം രൂപീകരിച്ച പഞ്ചായത്ത് തല കേര അപ്പെക്സ് സമിതികളുടെ ശാക്തീകരണം, നീര ടാപ്പിംഗ് ടെക്നീഷ്യന്മാരുടെ പരിശീലനം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. നാളികേരത്തിന്റെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് സമഗ്ര പോഷക കീടരോഗ പരിപാലന മാർഗങ്ങൾ, ഇടവിള സമ്മിശ്ര കൃഷി, സൂക്ഷ്മ ജലസേചനം തുടങ്ങിയവയ്ക്ക് സഹായം നൽകും. ആരോഗ്യമില്ലാത്തവ മുറിച്ചുമാറ്റി മികച്ച തെങ്ങിൻ തൈകൾ നൽകും. ക്ലസ്റ്ററുകൾക്ക് തെങ്ങുകയറ്റ യന്ത്രവും വിതരണം ചെയ്യും. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ വാഴകൃഷിക്കും പപ്പായ കൃഷിക്കും ധനസഹായം നൽകുന്നു. മിഷൻ കന്ന് ഉപയോഗിച്ചുള്ള വാഴകൃഷിക്ക് പരമാവധി 26,250 രൂപ നൽകും. ഇപ്രകാരം 1000 ഹെക്ടറിൽ വ്യാപിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കന്നുപയോഗിച്ച് 2ാം വർഷം കൃഷി ചെയ്യാൻ 8,750 രൂപ സഹായം ലഭിക്കും. ടിഷ്യൂ കൾച്ചർ വാഴകൃഷിക്ക് 37,500 രൂപ വരെ ധനസഹായം ലഭിക്കും. പപ്പായ കൃഷിക്ക് 22,500 രൂപ നിരക്കിൽ 4 ഹെക്ടർ വരെ ധനസഹായം ലഭിക്കും. 100 ഹെക്ടറിലാണ് പപ്പായ കൃഷി പദ്ധതി നടപ്പിലാക്കുക. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0471 233 0857. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയോട് അനുബന്ധിച്ച് പ്രവർത്തിച്ചു വരുന്ന ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജൂലൈ 6-ാം തീയതി കാട വളർത്തലിലും 13 മുതൽ 15 വരെ മുട്ടക്കോഴി വളർത്തലിലും പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 0479 245778. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0479 245778. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പരമാവധി 1 ഹെക്ടർ വരുന്ന ചെറുകിട നഴ്സറി തുടങ്ങാൻ പൊതുമേഖലയിൽ 15 ലക്ഷം രൂപയും സ്വകാര്യ മേഖലയിൽ 7.5 ലക്ഷം രൂപയും സഹായം നൽകുന്നു. ദേശീയ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ നിർദ്ദിഷ്ട വിളകളായ ബഹുവർഷ ഫലവിളകൾ, സുഗന്ധവൃക്ഷങ്ങൾ, സുഗന്ധ തൈലവിളകൾ എന്നിവയുടെ മികച്ചയിനം അംഗീകൃത തൈകൾ 1 വർഷം വരെ ഉൽപ്പാദിപ്പിക്കണം. പരമാവധി 4 ഹെക്ടർ വരെയുള്ള നഴ്സറി പുനരുദ്ധാരണത്തിന് പൊതുമേഖലയിൽ 10 ലക്ഷം രൂപയും സ്വകാര്യ മേഖലയ്ക്ക് 5 ലക്ഷം രൂപയും ധനസഹായം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 233 0857. പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായി യോജന പ്രകാരം നടപ്പിലാക്കിയ പ്രധാന പദ്ധതികൾ: നീർത്തടങ്ങൾ, സൂക്ഷ്മ ജലസേചനം, ചെറുകിട വൻകിട ജലസേചന പദ്ധതികൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് ഓരോ തുള്ളിക്കും കൂടുതൽ വിളവ് എന്ന കർമ്മപരിപാടി നടപ്പിലാക്കി. 1 ലക്ഷത്തിലധികം സോളാർ പമ്പുകൾ സ്ഥാപിച്ചു നൽകി. സോയിൽ ഹെൽത്ത് കാർഡ് നടപ്പിലാക്കി. യൂറിയയുടെ ദുരുപയോഗം തടയുന്നതിനും വളക്കൂറ് വർദ്ധിപ്പിക്കുന്നതിനും നീം കോട്ടഡ് യൂറിയ ലഭ്യമാക്കി. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 10,800 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 12,400, വെളിച്ചെണ്ണ തൃശൂർ 11,200, കൊപ്ര കൊച്ചി 7,260, കൊപ്ര കോഴിക്കോട് 7,600, കൊപ്ര തൃശൂർ 7,570, കുരുമുളക് അൺഗാർബിൾ 63,500, കുരുമുളക് ഗാർബിൾ 66,500, ചുക്ക് മീഡിയം 23,500, ചുക്ക് ബസ്റ്റ് 24,500, മഞ്ഞൾ സേലം 8,200, മഞ്ഞൾ ഈറോഡ് 8,400,
അടയ്ക്ക 23,500-നും 24,500-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,800, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,900. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,800, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,000. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 10,800 രൂപ, കൊപ്ര 7,260, പിണ്ണാക്ക് എക്സ്പെല്ലർ 2000, പിണ്ണാക്ക് റോട്ടറി 2,500. കുരുമുളക് അൺഗാർബിൾ 63,500, കുരുമുളക് ഗാർബിൾ 66,500. ചുക്ക് മീഡിയം 23,500, ചുക്ക് ബെസ്റ്റ് 24,500. അടയ്ക്ക പുതിയത് 23,500-നും 24,500-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 250-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 350-നും 425-നും മധ്യേ. ജാതിപത്രി 600-നും 850-നും മധ്യേ. ഗ്രാമ്പു 810. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,700, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,900, ഒട്ടുപാൽ 8,700, ലാറ്റക്സ് 11,000 രൂപ. കമ്പോള അവലോകനം. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച കർഷകർക്ക് കനത്ത പ്രഹരമായി. ഈ വാരം വെളിച്ചെണ്ണയ്ക്ക് 800 രൂപയും കൊപ്രയ്ക്ക് 600 രൂപയും കുറഞ്ഞതോടെ ഗ്രാമീണ മേഖലകളിൽ പച്ചത്തേങ്ങയ്ക്ക് ആവശ്യക്കാർ ചുരുങ്ങി. വിലത്തകർച്ച കണ്ട് കർഷകർ വിളവെടുപ്പിന് തിടുക്കം കാണിച്ചത് വിൽപ്പന സമ്മർദ്ദം ഉളവാക്കി. മാസാരംഭമായതിനാൽ എണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് പ്രതീക്ഷിക്കാം. റബ്ബർ വില കിലോ 150-ലേക്ക് ഉയർത്തുമെന്ന സംസ്ഥാന സർക്കാരിന്റെ വെളിപ്പെടുത്തൽ റബ്ബർ ഉൽപാദന മേഖലയ്ക്ക് പ്രതീക്ഷ പകർന്നു. 4ാം ഗ്രേഡ് കിലോ 130 രൂപയിലാണ്. വില ഉയർന്നാൽ തളർച്ചയിൽ നീങ്ങുന്ന റബ്ബർ ടാപ്പിംഗ് സജീവമാകും. യൂറോപ്യൻ കയറ്റുമതിക്ക് ആവശ്യമായ കുരുമുളക് സംഭരണം പുരോഗമിക്കുന്നു. ഗൾഫ് ഓർഡർ ചുക്ക് വില ഉയർത്തി. അതേസമയം മഞ്ഞൾ ജാതിക്ക വിലകൾ ഈ വാരം താഴ്ന്നു. ഇന്ന് നടന്ന ഏലക്ക ലേലത്തിൽ വലിപ്പം കുറഞ്ഞ ഇനങ്ങൾ കിലോ 958 രൂപയിൽ കൈമാറി. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.6, 24.4. കൊച്ചി 32.2, 24.4. ആലപ്പുഴ 34, 25.1. പുനലൂർ 33.6, 23.2. തിരുവനന്തപുരം കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.